മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ഫാത്തിഹയിലുണ്ട്. അത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 17 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫർള് നിസ്കാരത്തിൽ സുന്നസ്കാരം വേറെ, മറ്റു സമയത്ത് വാത്തിയതും വേറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖയെ സഹായിക്കണമെന്ന് പറയാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ. ഇതാരാണ്? UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ. ഇദ്ദേഹം ഒരു കൊല്ലത്തിലധികം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. പിന്നെ ഇയാൾ പുറത്ത് പോയതാണ്. പോന്ന അന്ന് ഏറ്റവും ലാസ്റ്റ് പോകുമ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തവസ്സുൽ ഇസ്തിഗാസ ഇസ്ലാമല്ല എന്ന് പറഞ്ഞ് പോയ ആളാണ്. മാത്രമല്ല ഇദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത, കൊട്ടപ്പുറം സംവാദം സ്റ്റേജിൽ വെച്ച് കാന്തപുരം ഉസ്താദിന് കിതാബ് എടുത്തു കൊടുത്ത ആളാണിത്. കൊട്ടപ്പുറം സംവാദം ഉണ്ടല്ലോ, ലോക ചരിത്രത്തിൽ ഖിയാമത്ത് വരെ മറക്കാത്ത, കാരണം ആ സംവാദത്തിലാണ് ഉസ്താദ് കാന്തപുരം ഉസ്താദ് വസ്അൽ മൻ അർസൽന എന്ന ആയത്തോതിയിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഖുർആൻ ഓതിയിട്ട് പറഞ്ഞ, അങ്ങനെ ഉണ്ടല്ലോ, ലോകത്തൊരുത്തനും പറയാത്ത അർത്ഥം പറഞ്ഞത് ആ സംവാദത്തിൽ വെച്ചിട്ടാണ്. അതിന് കിതാബ് എടുത്തു കൊടുത്ത ആളാണ് ഇദ്ദേഹം UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ. അദ്ദേഹം പറയുന്നത് എന്താ കേട്ടില്ലേ? വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് മുജാഹിദുകൾ പറയുന്നു, അതുകൊണ്ട് ബദരീങ്ങളെ മജീശങ്ങളോട് സഹായം തേടാൻ പാടില്ല. അങ്ങനെ വയ്യാക നസ്തഈൻ എന്ന് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ബദരീങ്ങളെ മജീശങ്ങളെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടല്ലോ ഉസ്താദ്, അങ്ങനല്ല. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, വേറെ ഒരുത്തനോടും തേടില്ല എന്നതിൻ്റെ അർത്ഥം. ലോകത്തൊരുത്തനോടും സഹായം തേടുകയില്ല. സഹായം തേടുക ആരോടാണ്? മനസ്സിൻ്റെ തേട്ടം അറിയുന്ന ആളോടാണ് സഹായം തേടുക, അല്ലാത്തവനോട് തേടില്ല. അല്ലാത്തൊരുത്തനോട് സഹായം തേടില്ല. അല്ലാത്ത ആൾക്കാരോട് സഹായം ചോദിക്കും, അതനുവദനീയമാണ്. വത്താമനു അലൽ ബിരി വത്തക്കുവ എന്ന ആയത്ത് അള്ളാഹു അല്ലാത്ത ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടാനുള്ള. വയ്യാക നസ്തഈൻ, അത് ജീവിച്ചിരിക്കുന്നവരോടും പാടില്ല, മരിച്ചവരോടും പാടില്ല, അത് അള്ളാഹിനോട് മാത്രം. വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം. വത്താവനു അലൽ ബിരി വത്തക്കുവ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരോട്, മരിച്ചവരോട് പാടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കും ഉസ്താദെ. ഞാൻ അവരോട് ചോദിച്ചു, അവിടെ ജീവിച്ചവർ മരിച്ചവർ എന്നൊക്കെ. ഞാൻ UK അബ്ദുൽ ലത്തീഫ് ഉസ്താദ് പറയുന്ന കേൾക്ക്. രണ്ടാമത്തെ എന്താണ്? ഞാൻ അവരോട് ചോദിച്ചു, എവിടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എന്ന്. അവിടെ ഇല്ല. അവിടെ ജീവിച്ചിരിക്കുന്നവരുമില്ല, മരിച്ചവരുമില്ല, ആരുമില്ല, എല്ലാവരും ഉണ്ട്. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നവരോടും തേടാൻ പറ്റില്ല, മരിച്ചവരോടും തേടാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്നവരോടും പാടില്ല, മരിച്ചവരോടും പാടില്ല. എന്ത്? സഹായം തേടാൻ പാടില്ല, പറ്റുകയില്ല. അതുകൊണ്ട് ഉസ്താദെ നിങ്ങളെ കൊണ്ട് ദിവസം, നിങ്ങൾ പറഞ്ഞല്ലേ 17 പ്രാവശ്യം, അതിൻ്റെ അപ്പുറവും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്താണ്? വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഉസ്താദ് വേറൊരാളോട് സഹായം തേടുക? നമ്മൾ ആരോടൊക്കെ സഹായം തേടുന്നുണ്ട്? പലരോടും സഹായം തേടുന്നില്ല. ഇപ്പം അറിയുന്നില്ല, എൻ്റെ പലരോടും സഹായം തേടുന്നില്ലേ നമ്മൾ? ഇല്ല ഉസ്താദെ, ഇല്ല, ഞങ്ങൾ ആരോടും സഹായം തേടില്ല, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ. കാരണം എന്താണ്? ഞങ്ങളുടെ മനസ്സിൻ്റെ തേട്ടം അറിയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു 10 വയസ്സ് മുതൽ 110ാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ അന്ന് വരെ ഓരോ മനുഷ്യനെ കൊണ്ട് 17 പ്രാവശ്യം പറയിപ്പിക്കുന്ന വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ
സഹായം തേടുകയുള്ളൂ. വേറൊരുത്തനോട് തേടില്ല, ഒരുത്തനോട് തേടില്ല ഉസ്താദ്, ഒരുത്തനോട് തേടില്ല. അപ്പോൾ അവർ പറയൂ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടാം, മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ അവർ ഉസ്താദ്, അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും സഹായം തേടാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. കാരണം എന്താണ്? മനസ്സിൻ്റെ തേട്ടം അറിയുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ. പിന്നെ ജീവിച്ചിരിക്കുന്നവരോട് എന്ത് ചെയ്യാൻ പറ്റും? താവനു അലൽ ബിരിവത്തക്ക് പോകാം. പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും സഹായം തേടാൻ പറ്റുന്ന ആരാണ്? ജീവിച്ചിരിക്കുന്നവർ. അത് മരിച്ചവരോട് പാടില്ല. താവനു അലൽ ബിരിവത്തക്ക് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ. വയ്യാക്കനസ്തൈ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും പാടില്ല, മരിച്ചവരും പാടില്ല, അള്ളാഹു മാത്രം. ഉസ്താദേ, നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങളിങ്ങനെ വഴിപഴിച്ചു പോകുമായിരുന്നില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് സഹായം തേടാൻ പാടില്ല എന്നല്ല. അവിടെ ഉസ്താദേ, അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും സഹായം തേടാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. കാരണം എന്താണ്? മനസ്സിൻ്റെ തേട്ടം അറിയുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ. പിന്നെ ജീവിച്ചിരിക്കുന്നവരോട് എന്ത് ചെയ്യാൻ പറ്റും? താവനു അലൽ ബിരിവത്തക്ക് പോകാം. പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും സഹായം തേടാൻ പറ്റുന്ന ആരാണ്? ജീവിച്ചിരിക്കുന്നവർ. അത് മരിച്ചവരോട് പാടില്ല. താവനു അലൽ ബിരിവത്തക്ക് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ. വയ്യാക്കനസ്തൈ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും പാടില്ല, മരിച്ചവരും പാടില്ല, അള്ളാഹു മാത്രം. ഉസ്താദേ, നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങളിങ്ങനെ വഴിപഴിച്ചു പോകുമായിരുന്നില്ല. അല്ലാണ്ട് വേറെ ആരോടും സഹായം തേടാൻ പാടില്ല എന്ന് അതിന് കിട്ടൂല. സഹായം തേടാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മരിച്ചവരോട് സഹായം തേടിപ്പിക്കണം. ഇതല്ലേ ഉസ്താദേ നിങ്ങളെ സൂത്രം? നിങ്ങൾ മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇത് പറയുന്നത്? മുസ്ലിങ്ങളെ മുശിരിക്കാക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, മുസ്ലിങ്ങൾക്ക് സ്വർഗം ഹറാമായി കാലാകാലം മുസ്ലിങ്ങളെ നരകത്തിൽ കിടത്താൻ വേണ്ടിയല്ലേ വലിയറെ ഉസ്താദ് നിങ്ങൾ ഈ ജാതി വർത്താനം പറയുന്നത്? ഇസ്തിഗാസ തെറ്റാണെന്നോ കുറ്റകരമാണെന്നോ പാടില്ലാത്തതാണെന്നോ തെളിയിക്കുന്ന ഒരു പ്രമാണവും അള്ളാഹുവിന്റെ ഖുർആനിലോ തിരുസുന്നത്തിലോ ഇല്ല. ഇസ്തിഗാസ തെറ്റാണ്, കുറ്റമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാമത്തെ പ്രമാണം ഉസ്താദ്, ഒന്നാമത്തെ പ്രമാണം ഇസ്തിഗാസ തെറ്റാണ്, കുറ്റമാണ്, ഓൻ മുശരിക്കായിരിക്കും, ഓന് സ്വർഗം ഹറാമായിരിക്കും, ഓൻ കാലാകാലം നരകത്തിലായിരിക്കും എന്നതിനുള്ള ഒന്നാമത്തെ പ്രമാണം നിങ്ങൾ ഈ ഓദ്യായത്തിന് വയ്യാക്കനസ്തൈ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇതിലും വലിയൊരു പ്രമാണം ദുനിയാവിലായിരിക്കും ആവശ്യമില്ല. ഇതിനേക്കാൾ വലിയ ഒരു പ്രമാണം ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമില്ല. ഇത്രയും കൃത്യമായിട്ട് ഏത് കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞു വന്ന് വയ്യാക്കനസ്തൈ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, വേറെ ഒരുത്തനോടും, അത് ജീവിച്ചിരിക്കുന്നവനാകട്ടെ മരിച്ചവനാകട്ടെ സഹായം തേടുകയില്ല. ഇതിലും വലിയൊരു പ്രമാണം എന്താ വേണ്ടി ഉസ്താദേ? ഇതിലും വലിയൊരു പ്രമാണം ലോകത്തൊരു മനുഷ്യനും ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കാൻ ഏകദേശം 100 വർഷമായി ഇവരോട് നമ്മൾ ആവശ്യപ്പെടുന്നു, കഴിഞ്ഞിട്ടില്ല. 100 വർഷമായി ഉസ്താദേ ഇത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 100 വർഷമായി ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തത് വയ്യാക്കനസ്തൈ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. രണ്ടാമത്തത് ഇന്നക്കലാ തസ്മിയുൽ മൗത്ത, നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെയോ വലിയ ഓലോട് സഹായം തേടുക? മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഉസ്താദേ നിങ്ങൾ മരിച്ചവരോട് സഹായം തേടുക? ഒമാ അന്തബി മുസ്മിം മംഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഉസ്താദേ നിങ്ങൾ മരിച്ചവരോട് സഹായം തേടുക? ഇത് 100 കൊല്ലമായി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ, കേൾക്കുന്നവരെ ഉത്തരം ചെയ്യുകയുള്ളൂ. മൊയിലേറെ UK ഉസ്താദ് നിങ്ങളോട് അള്ളാഹു പറയാണ്, നിങ്ങൾ പറയുന്നത് ആരാണോ കേൾക്കുന്നത് അവരെ ഉത്തരം ചെയ്യുകയുള്ളൂ.
എന്ന് അള്ളാഹു ഉസ്താദെ നിങ്ങളോട് പറഞ്ഞു തന്നു. അവർ കേൾക്കുന്നില്ല, അവർക്ക് കേൾക്കാൻ സാധ്യമല്ല. നിങ്ങൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖബറിൽ കിടക്കുന്ന അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ, ഖുർആൻ ഇതൊക്കെ ഖുർആനിലുള്ള വിശ്വസിക്കും ഉസ്താദെ. ഖബറിൽ കിടക്കുന്ന അമ്പിയാക്കളാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ, അവർക്ക് ഭൂമിയിലുള്ള ഒരു സംഗതിയും കാണാനോ കേൾക്കാനോ അറിയാനോ കഴിയില്ല. ഇത് ഖുർആനിലുള്ള, ഇത് ഞങ്ങൾ 100 കൊല്ലമായി പറയുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഉസ്താദ് നിങ്ങൾ അവരോട് സഹായം തേടുക? എങ്ങനെ ഇസ്തിഗാസ നടത്തുക? അള്ളാഹ് പറഞ്ഞു, ഒമൻ അലൽ ഏറ്റവും പിഴച്ചവൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പിഴച്ച മിമ്മൻ യദൂം ഇന്ദൂനില്ലായി മല്ല യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമന്നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവൻ. മുഹമ്മദ് നബിക്ക്, മൊയ്തീശങ്ങൾക്ക്, മുനമ്പത്തെ ബീബി, കുപ്പസ്വാമി, മമ്പ്രന്തങ്ങൾ, ഉള്ളാളന്തങ്ങൾ, അല്ലേ, അജ്മീർ, നാഗൂർ, ഏർവാടി പോലുള്ളവർക്ക് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർ അറിയില്ല, കാണുകയില്ല, കേൾക്കില്ല. അങ്ങനത്തെവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന UK ഉസ്താദെ നിങ്ങളെപ്പോലെ വഴിപിഴച്ചവർ, ഒമൻ അവൽ ഏറ്റവും പിഴച്ചവർ ലോകത്താരുമില്ല. അള്ളാഹ് പറയുക, സിക്ക കല്ലേരി പറയുന്നല്ല, UK ഉസ്താദെ നിങ്ങളെപ്പോലെ അത്ര പിഴച്ചവർ, ഒമൻ അവൽ ഏറ്റവും പിഴച്ചവൻ, മിമ്മൻ യദൂം ഇന്ദൂനില്ലായി മല്ല യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമന്നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന UK ഉസ്താദെ നിങ്ങളെപ്പോലത്തെ പിഴച്ചവൻ, മനുഷ്യവർഗത്തിൽ നിങ്ങളെപ്പോലെ എത്ര പിഴച്ചവൻ ലോകത്താരുമില്ല. വഹും അൻ ദുആഇൻ ഗാഫിലൂൻ, നിങ്ങളുടെ സഹായതേട്ടം, ഇസ്തിഗാസ, നിങ്ങളുടെ പ്രാർത്ഥന, മരിച്ചവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതവർ അറിയുകയില്ല. വഹും അൻ ദുആഇൻ ഗാഫിലൂൻ, അവർ അറിയില്ല, അശ്രദ്ധര. അങ്ങനെ ഒരു സംഭവമേ പോലെ അറിയില്ല. വൈദാ ഹുസിറന്നാസ്, നാളെ പരലോകത്ത് അവരെ വിചാരണക്ക് വിളിക്കുമ്പോൾ കാനൂ ലഹും അദാൻ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച ഇസ്തിഗാസ നടത്തിയ മുഹമ്മദ് നബി, മൊയ്തീശങ്ങൾ, മുനമ്പത്തെ ബീബി, കുപ്പസ്വാമി, മമ്പ്രന്തങ്ങൾ, ഉള്ളാളന്തങ്ങൾ പോലുള്ളവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. ഇനി എങ്ങനെ അള്ളാഹ് പറഞ്ഞു തരണ്ടേ? വക്കാനോബി ഇബാദത്തിഹിം കാഫിരീൻ, നിങ്ങൾ അവർക്ക് ചെയ്ത ഇബാദത്ത്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ എന്താ ഉസ്താദെ? അവർക്ക് ഇബാദത്ത് ചെയ്യലാണ്, അതവർ നിഷേധിക്കും. ഞങ്ങളെ വിളിച്ചിട്ടില്ല. മുഹമ്മദ് നബി പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഇർത്തേക്കകത്ത് ചെല്ലുന്നവൻ ഓനെ കണ്ടാൽ മുഹമ്മദ് ഞങ്ങളങ്ങനെ വിളിച്ചിട്ടില്ല. മൊയ്തീസ് ഞങ്ങളെ കാക്കണേ, പതിരിങ്ങളെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ വിളിക്കുന്നില്ലേ? ഒരു നാളെ പരലോകത്ത് എന്താ പറയുക? വക്കാനോബി ഇബാദത്തിഹിം കാഫിരീൻ, ഞങ്ങളങ്ങനെ വിളിച്ചിട്ടില്ല, ഞങ്ങളറിയില്ല. നിങ്ങൾക്കറിഞ്ഞൂടെ ഉസ്താദേ? ഈസാ നബി അലൈഹി സ്വലാം, അല്ലേ, ഈസാ നബി അലൈഹി സ്വലാമിനെ 2024 കൊല്ലമായി ക്രിസ്ത്യാനികളും മൊയ്ലന്മാരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിളികളാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് വിളിക്കുന്നത്. ഖുർആൻ പറഞ്ഞ എന്താ? ഒരൊറ്റ വിളി ഈസാ നബി കേട്ടില്ല. ഈസാ നബി ജീവിച്ചിരിക്കുന്ന ആളല്ലേ വലിയ? ഈസാ നബി ജീവിച്ചിരിക്കുന്ന ആളാണ്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുക. UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാറെ, ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ് വിശ്വസിക്കുന്ന, അത് നിഷേധിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ കാഫറായിട്ട് ചത്തുകൊണ്ടി വരുന്നത്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു, ഒരു വിളി ഈസാ നബി അലൈഹി സ്വലാം കേട്ടിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു പോയിട്ടില്ല. മരിച്ച് ഖബറിൽ കിടക്കുന്ന അമ്പിയാവുലിയാക്കന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞ് ഒരു ഭൂമിയിലുള്ള ഒരു സംഭവം കാണുകയില്ല, കേൾക്കുകയില്ല, അറിയില്ല. ഇതൊക്കെ വിശ്വസിച്ചാൽ നിങ്ങൾക്കും UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാറെ ഇത് നിഷേധിച്ചാലല്ലേ മരിച്ചവരെ വിളിക്കാൻ കഴിയും? ഇത് നിഷേധിച്ച് കാഫറായി, എന്നിട്ട് ഓലെ വിളിച്ച് മുശ്രിക്കായി, കാഫർ മുശ്രിക്കുമായിട്ട് ചത്തുകളാണ് ഉസ്താദേ. ഷഹാത്ത് കൽമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചൂടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.